back to my YouTube channel after a long break. I guess I've uploaded my last video around 7 to 8 months ago. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് പിന്നെ കുറേയൊക്കെ മടി കാരണം പിന്നെ വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളും അതും ഇതും പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു പിന്നെ ഞാനിപ്പം നാട്ടിലാണ് മിഥുൻ്റെ എക്സാമാണ് സോ ദാറ്റ്സ് വൈ ഞാൻ മിഥുനെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നാട്ടിൽ വരിക പോവുക കുറേ ഫങ്ഷൻസ് ഹെൽത്ത് ഇഷ്യൂസ് ലേസിനെസ് വർക്ക് റിലേറ്റഡ് കാര്യം വർക്ക് കുറച്ചും കൂടി ലൈക്ക് എക്സ്റ്റെൻഡ് ഒക്കെ ആയിപ്പോവും അപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല പിന്നെ സാറ്റർഡേ സൺഡേ കുറച്ച് മടിയായി പിടിച്ച് കുറേ നേരം ഉറങ്ങിപ്പോവും അതുകൊണ്ടൊക്കെ കാരണമായിട്ട് കുറേ നാളുകളായിട്ട് ഞാൻ വീഡിയോസ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ കുറേ വെയിറ്റ് ഗെയിനും ചെയ്ത് അതൊക്കെ ഇനി ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തായാലും 6 months ഒക്കെ കഴിഞ്ഞല്ലോ ഇനി ഞാൻ ഒരു 6 months കൂടി നല്ലോണം ഒന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ജാനുവരി തൊട്ട് നമ്മൾ പിന്നെയും ബാക്ക് ടു ഫിഗർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ നമ്മൾ എന്തിനാ ഇപ്പം വന്നേ വെച്ചാൽ ഞാൻ എഗാരോൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ദിസ് ഹെയർ വോളിമൈസർ അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ റിവ്യൂ തരാനും ബിക്കോസ് എൻ്റെ മുടി നമ്മൾ ഇപ്പം റീസെൻ്റ്ലി അംബാലയിലാണ് അവിടെ വന്ന് കഴിഞ്ഞിട്ട് എൻ്റെ നല്ലൊരു മുടി എന്തോ ഒരു മുടിയായിപ്പോയി ലൈക്ക് ആദ്യം ഞാൻ കളറൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല പക്ഷെ എന്നാലും കളറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രശ്നമില്ലാണ്ട് നല്ല സ്ട്രേറ്റ്നറിന് ആവശ്യം പോലും ഇല്ലാത്ത മുടിയായിരുന്നു എൻ്റെത് പിന്നെ അത് തന്നെ ചീത്തയായിപ്പോയി ഞാൻ കുറേ ഷാംപൂസ് യൂസ് ചെയ്ത് നോക്കി ഒന്നും അങ്ങ് ശരിയാവുന്നില്ല ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലവ് ആൻഡ് ബ്യൂട്ടി പ്ലാനറ്റ് പറഞ്ഞിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ മാസ്ക് ഒക്കെയാണ് കുറച്ചൊക്കെ എഫക്റ്റ് വരുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എഫക്റ്റ് വരാൻ പറ്റില്ല ബിക്കോസ് ഞാൻ കുറേ ഷാംപൂ കണ്ടീഷണർ ഒക്കെ ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും അങ്ങ് പിടിച്ചിട്ടില്ല ഇപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് ബീൻ എ മന്ത് ഓൺലി ഐ ഗെസ് സോ കുറച്ചുകൂടി വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ ഫൈനൽ റിസൾട്ട്സ് ലൈക്ക് ഓവറോൾ റിസൾട്ട്സ് അതുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതർവൈസ് ഇങ്ങനെയാണ് ഇപ്പം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മുടി ഇതാണ് ഇപ്പം എൻ്റെ മുടീൻ്റെ ടെക്സ്ചർ ടു ബി ഓണസ്റ്റ് ലൈക്ക് ഇത്ര തിന്നായി കിടക്കുക മുടി ഇത്രയേ ഉള്ളൂ ബാക്കിൽ ഇത്ര അപ്പം ഹെയർ ലെങ്ത് ഒക്കെ കുറച്ച് കൂടിയിട്ടുണ്ട് എൻ്റെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ആവാം ദിസ് ഇസ് ദ പ്രൊഡക്റ്റ് ദാറ്റ് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് എഗാരോൻ്റെ ഹെയർ വോളിമൈസർ സോ എനിക്ക് അവിടെ പെട്ടെന്ന് എനിക്ക് എൻ്റെ സ്ട്രേറ്റ്നർ കാണാണ്ടായി സോ ദാറ്റ് വാസ് ദ റീസൺ വൈ ഐ ഹാഡ് ടു പർച്ചേസ് ദിസ് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്തിട്ട് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനും പറ്റുമോ അറിയില്ല കുറേ മുടി ബിക്കോസ് എൻ്റെ മുടീൻ്റെ സ്ട്രെങ്ത്തും ഒക്കെ പോയിട്ടുണ്ട് ഇനി മെല്ലെ ഒക്കെ റീഗെയിൻ ചെയ്തെടുക്കണം ബോഡീനെ പോലെ ഹെയറും മൈൻഡും ഒക്കെ റീഗെയിൻ ചെയ്തെടുക്കണം എന്ന് തോന്നുന്നു ലാസ്റ്റ് ആക്ച്വലി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താ ഒരു കാര്യമുണ്ട് ഞാൻ ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ ഒക്കെ ചെയ്തത് ഫോർ ലൈക്ക് സ്ട്രോങ് ഹെയർ അനിയൻ പൾപ്പ് ഉണ്ടാവില്ലേ ഉള്ളിൻ്റെ നീര് നമുക്ക് മിക്സിയിൽ നിന്ന് എടുത്തിട്ട് ഉള്ളി ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ നീരെടുത്ത് വെച്ചിട്ട് നമുക്ക് ഓയിലിൻ്റെ കൂടെ ചേർത്തി അത് തലയിൽ തേച്ചാൽ ഇറ്റ് ഈസ് വെരി ഗുഡ് ഇറ്റ് ഈസ് റിയലി വെരി ഗുഡ് ഞാൻ മടിയായതുകൊണ്ട് ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ ഇവിടെ അമ്മേനോട് പറയാം അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് കുറച്ച് മടിയായതുകൊണ്ട് ഞാൻ അത് ചെയ്യാണ്ടിരുന്നായിരുന്നു പക്ഷേ ഇനി തൊട്ട് ഞാൻ അതും ചെയ്യും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മുടി എങ്ങനെ ഉണ്ടെന്ന് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം സോ വെറുതെ വേസ്റ്റ് ചെയ്യുക ഫോർ ദ ടൈം നമ്മൾ പ്രൊസീഡ് വിത്ത് ദിസ് ഓക്കെ ഞാൻ ഇതൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ബിഫോർ ദാറ്റ് ഐ ജസ്റ്റ് യൂസ് എ സിറം എൻ്റെ അടുത്ത് ഇപ്പം എൻ്റെ മറ്റേ വാട്ട് ഡു വി സേ ദാറ്റ് എന്താ പറയുക നമ്മൾ സ്ട്രൈറ്റ്നറൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു സിറം യൂസ് ചെയ്യില്ല സോ ദാറ്റ് ആർ ഹെയർ ഡസൻ ഗെറ്റ് ബേൺഡ് ഡസൻ ഗെറ്റ് ഡാമേജ്ഡ് മറ്റേ എന്താ നമ്മൾ യൂസ് ചെയ്യുക സിക്ത എന്താ യൂസ് ചെയ്യുക ഹെയർ പ്രൊട്ടക്ഷൻ എനിക്ക് കിട്ടുന്നില്ലേ ഐ എം സോറി ഹെയർ പ്രൊട്ടക്ഷൻ അതൊക്കെ എൻ്റെ തീർന്ന് സോ ഐ എം ജസ്റ്റ് ലെറ്റ് ദിസ് സിറം ലോറിയലിൻ്റെ ഇത് ഷാംപൂ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഷാംപൂവും കണ്ടീഷണറും സിറമും ഒക്കെ വാങ്ങുമ്പോൾ ഒരുമിച്ച് തന്നെയാണ് വാങ്ങുക അപ്പം യാ ജസ്റ്റ് ലെറ്റ്സ് യൂസ് ദിസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വോളിമൈസറിൽ കിടക്കാം I just comb my hair. അപ്പോൾ ഇത്ര കാലം
കാരണം ഞാൻ എന്തിനാണ് അവേ ആയത്. ഇനി ഞാൻ ബാക്ക് ടു ആക്ഷൻ ആയിരിക്കും. ബാക്ക് ടു ആക്ഷൻ അല്ല, ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ബി കൺസിസ്റ്റന്റ് ഹിയർ ഇൻ ദിസ് പ്ലാറ്റ്ഫോം ബിക്കോസ് ഇറ്റ്സ് നോട്ട് സംതിങ് ഞാൻ ഫോഴ്സ്ഫുള്ളി ചെയ്യും. ജസ്റ്റ് ദാറ്റ് ഐ ലവ് ഡൂയിങ് ഇറ്റ് ആൻഡ് ഐ ലൈക്ക് വെറുതെ എനിക്ക് ഇഷ്ടമാണ് എല്ലാ വർക്കിനോട് കൂടുതൽ വെറുതെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. പക്ഷെ കുറേ മടിയായതുകൊണ്ട്, പക്ഷെ മടിയായാലും നമുക്ക് പറ്റൂല. അല്ല ഞാൻ എന്തൊക്കെയോ പറയാണ്. സോ യാ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദിസ്. നമുക്ക് 3 സെറ്റിങ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലോ, നോർമൽ, കോമൺ സെൻസ്, ലോ, മീഡിയം ആൻഡ് ഹൈ. ഈ 3 സെറ്റിങ്സ് ആണ് നമുക്കുള്ളത്. പ്ലസ് ഓഫ് ചെയ്യേണ്ടതും ഇല്ല. സോ ദാറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഓഫിലാണ്. ഇത് കുറച്ച് ഇങ്ങനെ ചെയ്താൽ ലോ, സോറി, ദിസ് വൺ ഇസ് ലോ, that was medium, ആൻഡ് ഇതാണ് ഏറ്റവും ഹൈ സ്പീഡ്. സോ ഞാനിത് ഓഫ് ചെയ്തു. അപ്പം ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്. ടു ബി ഓണസ്റ്റ് ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിൽ കുറച്ചുണ്ടാവും, അത്രയേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഐ ഡു നോട്ട് നോ ഹൗ ടു പാർട്ടിഷൻ മൈ ഹെയർ ആൻഡ് ഡു ദിസ് തിങ്, വോളിമൈസർ, യൂസ് ദിസ് വോളിമൈസർ. ഇത് എൻ്റെ ഒരു നോർമൽ, ഐ എം നോട്ട് എ ഫാഷൻ ഗേൾ യുവർ ലൈക്ക് അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ചെയ്ത് അത്രയൊന്നും എനിക്ക് പറ്റൂല. എത്ര ടൈം ഉണ്ടെങ്കിലും എനിക്ക് കുറച്ച് മടിയാണ് തയ്യാറൊക്കെ ആവാൻ. അപ്പം അങ്ങനെ ഒന്ന് പാർട്ടിഷൻ ചെയ്തിട്ട് ഞാൻ ചെയ്യൂല. സോ നോർമൽ ഒരു പീപ്പിളിന്റെ പോലത്തെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം എൻ്റെ മുടിയിൽ എങ്ങനെയായിരിക്കും. സോ ദിസ് ഇസ് മൈ ഹെയർ കണ്ടീഷൻ അറ്റ് പ്രസന്റ്. സോ ഇത് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയായിരിക്കും ഹെയർ കണ്ടീഷൻ നമുക്ക് കാണാം. സോ ഫസ്റ്റ് ഞാൻ മീഡിയമിൽ വെച്ചിട്ട് ചെയ്യാണ്, വെറുതെ ഹൈയിൽ വെക്കണ്ട. പിന്നെ വെൻ എവർ യു ആർ യൂസിങ് സച്ച് ഡിവൈസസ് ലൈക്ക് വോളിമൈസർ, സ്ട്രെയിറ്റ്നർ, curler or anything, use that hair protectant serum. വെറുതെ മുടി കുറേ ഡാമേജ് ആവും, അത്രേ ഉള്ളൂ. ചെയ്യാനറിയില്ല തോന്നുന്നു. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് So can you see this thing wavy? അതായത് ഇത് ആക്ച്വലി എനിക്ക് നല്ലോണം ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. ഇത് നല്ലോണം നിൽക്കും, പക്ഷെ കുറേ നേരം നിൽക്കൂല. അതാണ് ഇതിന്റെ പ്രശ്നം. ഞാൻ ഒന്ന് നോക്കട്ടെ, ചെയ്തിട്ട് നോക്കാം. ഒന്നും കൂടി ഞാൻ ചെയ്യട്ടെ. സോ ഞാൻ ടൈം നോക്കാം, എന്നിട്ട് ലാസ്റ്റ് എത്ര ടൈം കഴിഞ്ഞിട്ടാണ് ഇത് കഴിയുന്നത് അതും നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ യു വിൽ ഗെറ്റ് എൻ ഐഡിയ ലൈക്ക് ഓവറോൾ എത്ര ടൈം വേണ്ടി വരും ടു ഡു കംപ്ലീറ്റ് ദിസ്. So Abhi, it's 5:58. So after that, let's notice. So after that, let's see എത്ര ടൈം ആണ് എനിക്ക് എടുത്തത് to complete the whole process. മുടി ചെയ്യാൻ. So let's continue. So ഇപ്പം ഞാൻ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. ഒന്നുകൂടി ഇങ്ങനെയാണോ ചെയ്യുക, അങ്ങനെയാണോ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കേൾക്കുകയില്ല, ചില്ലായിട്ട് പറയേണ്ടി വരും. സോ ഇതാണ്. സോ കണ്ടോ, ഒരു നൈസ് ഒരു ലുക്കായില്ലേ? ബാക്കിലത്തെ മുടി നോക്ക് ആൻഡ് മുന്നിലത്തെ മുടി നോക്ക്. ദർ ഇസ് എ ക്ലിയർ ഡിഫറൻസ്, റൈറ്റ്? അത് ഇപ്പം ഇത് പഠിച്ചിട്ട് യൂട്യൂബ് കുറേ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടോ എങ്ങനെയാണ് ശരിക്കും ടു ഡൂ ദിസ്. അങ്ങനത്തെ ആൾക്കാരെ കണ്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലോണം ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് ആ മടിയായതുകൊണ്ട്. സോ ദിസ് വൺ ഇസ് ഡൺ, ബട്ട് ഹൗ ഡു ഐ ഡിഫറൻഷിയേറ്റ്? ലെറ്റ്സ് ടേക്ക് ഇറ്റ്. ഞാൻ പൊട്ടത്തീൻ്റെ പോലെ ആവൂ. സോ നൗ ഇത് മാത്രം എടുത്ത് നോക്കാം. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ചെയ്തു അറിയാലോ. I don't know. I'm just using it for a second time. First time ഞാൻ വെറുതെ when it came
ആസ് എ ന്യൂ പ്രൊഡക്റ്റ്. അപ്പോൾ യൂസ് ചെയ്യണമല്ലോ വിചാരിച്ചിട്ട് യൂസ് ചെയ്തതാണ്. See the difference? So can you see the difference now? It's not like smoothing ചെയ്ത പോലെ സ്ട്രേറ്റ് ഇങ്ങനെ കോലിവാല് പൂച്ചവാല് പോലെ ആവുന്നില്ല. It's a bit wavy and it's nice. So if you have like enough time, അരമണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ you can do this in your own time, and then അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെ വേണേൽ പോവാം. എനിക്ക് പിന്നെ വലിയ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യാണ് ഇപ്പം. So you can clearly see the difference between this portion of my hair and this portion of my hair, right? ഇത് കുറച്ച് വേവി എന്തോ ഒരു മാതിരി. ദിസ് ഇസ് എ വെൽ ഡിഫൈൻഡ് ഹെയർ. ഇനി ഇത് പോർഷൻ എടുക്കാം. ബാക്കിലത്തെ നമുക്ക് പിന്നെ ആക്കാം. ഇത് ബാക്കിലിടട്ടെ ഇപ്പം. അയ്യോ, ഞാൻ ഇത്രയിൽ തന്നെ കുഴങ്ങിപ്പോയി. കണ്ടോ എൻ്റെ മുടി? It's nice and wavy, right? It's so pretty. It's looking pretty. Apom this side is also almost done. ഞാൻ 2 മിനിറ്റ് ചെയ്യുന്നുള്ളൂ. If you do it for 5 long minutes for a section of hair, ഇത് കുറച്ചുകൂടി it will come out കുറച്ചുകൂടി well defined ആയിട്ട്. ഇപ്പം കണ്ടോ, like you can see the difference, right? My old this thing 8 മിനിറ്റിന് മുന്നേ വീഡിയോയിലും ഇപ്പോഴുള്ള വീഡിയോയിലും യു ക്യാൻ സീ ദ ഡിഫറൻസ്. നൗ കുറച്ചുകൂടി ഹെയർ കുറച്ചും കൂടി എടുക്കാം നമുക്ക്. ഇത് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. സിൻസ് വി ഹവ് ഓൾറെഡി റെക്കോർഡഡ് ദ ടൈം ആസ് 5:58 PM, റൈറ്റ്? സോ ഞാൻ ഇത് സെക്ഷൻ കൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ബാക്കിൽ സെക്ഷൻ ചെയ്യാം. പിന്നെ ലാസ്റ്റിൽ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ചെയ്യാം. സോ ദാറ്റ് എല്ലാം കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ശരിക്കുള്ള ഡിഫറൻസ് ഫുള്ളായിട്ട് വന്നത്. ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർലി ഡിഫറൻസ് കാണിച്ചു തരുന്നു. ബിഫോർ ഇറ്റ് വാസ് ലൈക്ക് ദിസ് ആൻഡ് ആഫ്റ്റർ ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി ലൈക്ക് ദിസ്. അത് പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. Is my final look. നിങ്ങൾ ടൈം ലാപ്സിൽ വേഗം കണ്ടിട്ടുണ്ടാവും. സോ ദിസ് ഇസ് ഇറ്റ്. ആൻഡ് സോ ഇറ്റ്സ് 6-7 nearly 10 minutes. സോ ഒരു കുറച്ചുകൂടി ഒരു വെൽ ഡിഫൈൻഡ്, ഇതുകൊണ്ട് നല്ലത് നിങ്ങൾക്ക് ഹെയർ വേണമെങ്കിൽ ഞാൻ ഇപ്പൊ കുറച്ചുകൂടി ചെയ്യാട്ടോ. കുറച്ചുകൂടി നല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അരമണിക്കൂറൊക്കെ 30 minutes ഒക്കെ നിങ്ങൾക്ക് സ്ട്രേറ്റ് അവേ ഉണ്ടെങ്കിൽ ഭയങ്കര ഗോർജസ് ആയിട്ട് നിങ്ങളെ ഹെയർ നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണമെങ്കിൽ കുറച്ചുകൂടി ടൈം കൊടുക്കേണ്ടി വരും കേട്ടോ. കുറച്ച് എഫേർട്സ് എടുത്താലല്ല നമുക്ക് കുറച്ചുകൂടി അതിന് നല്ല റിസൾട്ട്സ് കിട്ടുക. ഇപ്പൊ എന്റെ പോലത്തെ മടിയന്മാർക്ക് എഫേർട്സ് എടുത്തിട്ടില്ലെങ്കിൽ ഇത്രേ റിസൾട്ട്സ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നേരം ചെയ്താൽ ഒരു 1-2-3 hours, 3 അല്ല, മേ ബി ഫോർ ഹാഫ് എ ഡേ അത് നിൽക്കായിരിക്കും. എനിക്കിപ്പോ ഇത്ര ചെയ്താൽ മേ ബി മോസ്റ്റ് ഓൺലി 2 hours ഒക്കെ നിൽക്കുള്ളൂ. അപ്പം ഒന്നും കൂടി നമുക്കൊന്ന് സെറ്റ് ആക്കിയിട്ട് ഡിഫൈൻ ആക്കിയിട്ട് ഞാൻ ഒന്ന് സിറം തേക്കാം. ബട്ട് യു ക്യാൻ നൗ ക്ലിയർലി ദിസ് തിങ്, റൈറ്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈ ഓൾഡ് ലുക്ക് ആൻഡ് മൈ ന്യൂ ലുക്ക്. ദിസ് ഈസ് മച്ച് വെൽ ഡിഫൈൻഡ്, സ്ട്രേറ്റ്, വേവി ഒക്കെ മിക്സ്ചർ ആയിട്ടുള്ള നല്ലത്. So this is my final hair. Just കുറച്ച് സിറമും നമുക്ക് തേക്കാം. കണ്ടോ നിങ്ങൾ ഒരു ഡിഫറെന്റ് ഒരു ലുക്ക്. നമ്മളെ മുടി തന്നെ കുറച്ച് ശരിയാക്കി ഇട്ടാൽ നമ്മളെ ഫേസ് തന്നെ വേറെ തന്നെയാവും. ലൈക്ക് എന്റെ സിസ്റ്റർ ഉണ്ട്, ഷീ ഹാസ് കേർലി ഹെയർസ്. ബട്ട് ആദ്യം അവള് തീരെ മെയിൻറ്റെയിൻ ചെയ്യാറില്ലായിരുന്നു. ഇപ്പം ഷീ ഈസ് മെയിൻറ്റെയിനിങ് ഹെയർ ഹെയർ ആൻഡ് ദാറ്റ് ക്ലിയർലി ഷോസ് ഇൻ ഹർ ഫേസ്.
എനിക്ക് അതാ തോന്നിയത്, നമ്മൾ ഹെയർ കുറച്ചുകൂടി നല്ല സ്റ്റൈലൊക്കെ ആക്കിയിട്ട് വെച്ചാൽ നമ്മൾ ഓവറോൾ ലുക്ക് തന്നെ ചേഞ്ച് ആവും. സോ എഗാരോന്റെ ഇത് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയത് 2000 ഐ ഗെസ് 200-300 അത്ര. സോ ഇറ്റ്സ് ബെറ്റർ, ഇറ്റ്സ് എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ഐ ബിലീവ്. കുറെ നേരം നിൽക്കുമോ ചോദിച്ചാല് കുറെ നേരം നിൽക്കണമെങ്കിൽ കുറെ നേരം ടൈം ഇതിനായിട്ട് കൊടുക്കേണ്ടി വരും. ഇന്റെ ഞാൻ ലാസ്റ്റ് ടൈം വെച്ചപ്പോ അത് ഞാൻ 5 minutes ചെയ്തിട്ട് ആൻഡ് ഇറ്റ് വാസ് ഡൺ. സോ അത്ര ഒരു 2 hours മോസ്റ്റ് പ്രോബ്ലി നിന്നിട്ടുള്ളൂ. സോ ഇപ്പൊ ഞാൻ 10 to 15 minutes കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് അനദർ ലൈക്ക് ഇറ്റ് വിൽ സ്റ്റേ ഫോർ അനദർ മേ ബി 3-4 hours ഓൾസോ. സോ നിങ്ങൾ ടൈം കൂട്ടുന്ന അനുസരിച്ച് ദ ലോങ്കിറ്റിവിറ്റി, അത് ഹെയർ ലോങ് ലാസ്റ്റിംഗ് അത്രയും ടൈം നിൽക്കും. സോ ദിസ്, സോ ഞാൻ ഇവിടെ ഒന്ന് ആക്കി നോക്കട്ടെ. സോ ദിസ് ഇസ് വാട്ട് മൈ ഹെയർ and my face, you can see the difference, right? This is how my hair and face looks right now after the hair transformation. A bit small change in the hair. This is how you can transform your face and your hair. Agaronde nallada vere kore undu, പക്ഷേ I found out this എഗാരോണ്ട് ഉണ്ട്, പിന്നെ കുറെ വാല്യൂ നല്ലതുണ്ട്. പക്ഷെ എനിക്ക് ഇത് കിട്ടിയപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് വാങ്ങിയതാ, പിന്നെ വെറുതെ വീട്ടിലിരിക്കല്ലോ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ബിക്കോസ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല സത്യം പറഞ്ഞാല്. കേളിംഗ് എൻ്റെ അടുത്ത് ഇല്ല, സ്ട്രൈറ്റനിങ് ഉണ്ട്, പക്ഷെ ഞാൻ മടിയാണ്ട് യൂസ് ചെയ്യാറില്ല. അപ്പൊ ദിസ് വൺ യൂസ് ചെയ്തപ്പോ സ്ട്രൈറ്റനിങ് നമ്മൾ യൂസ് ചെയ്താൽ എന്താ ഫുള്ള് കോല് പോലെ മുടി വലുതാം. ദിസ് യു ക്യാൻ ക്ലിയർലി സീ ദാറ്റ് എന്റെ ഹെയർ കട്ടിട്ട് അതൊക്കെ ഇങ്ങനെ വേവി ആയിട്ടുണ്ട്, കണ്ടോ? യു ക്യാൻ സീ റൈറ്റ്. ഇപ്പൊ ഞാൻ കുറച്ചുകൂടി ഒന്ന് നല്ല അത് വെൽ ഡിഫൈൻഡ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ആക്കിയിട്ട് നിൽക്കും. സോ ദിസ് ഇസ് ഹൗ മൈ ഹെയർ ലുക്സ് നൗ ആൻഡ് ഐ എം ഫീലിംഗ് പ്രിറ്റി ആസ് വെൽ. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് വീഡിയോ എൻഡ് വരെ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല, ബോറൊന്നും ആയിട്ടില്ല. പ്ലീസ് ഡു like, share and subscribe my video. I will definitely come up with more such videos. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് മോസ്റ്റ് പ്രോബ്ലി ഐ വിൽ ബി കമ്മിങ് വിത്ത് sort of lipstick collections or something like that. എനിക്ക് അറിയില്ല ഇത് എന്തായിരിക്കും. ഇന്ന് ജസ്റ്റ് ഇങ്ങനെ തോന്നി, ഇന്ന് ഞാൻ നമുക്ക് പുറത്ത് പോകാണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനൊന്ന് ഹെയർ ഇത് ചെയ്തോട്ടെ, കുറെ ടൈം ഉണ്ട് അച്ഛൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐ തോട്ട് ലൈക്ക് എന്തായാലും ചെയ്യുന്നില്ലേ, സോ ലെറ്റ്സ് മേക്ക് എ വീഡിയോ ഔട്ട് ഓഫ് ഇറ്റ്. കുറെ ടൈം ആയല്ലോ ലോങ് വീഡിയോസ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ പ്ലീസ് ഡു സപ്പോർട്ട് മീ. സോ ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ ഫോർ യു ഓൾ. സോ ബൈ ബൈ, until next time.